ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം. താനിവിടെ സഹകരിക്കാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളത് അടുത്ത പുലിവാൽ. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ മായയെ മറക്കണം, മായ എന്നെ. ഞങ്ങളുടെ വിവാഹം നടക്കൂല. അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണമെന്ന് നിർബന്ധമെന്ന് വെച്ചാ എന്റെ ഒരു മോളുണ്ട് സുനന്ദ. താൻ അറിയും, മായേക്കാൾ മിടുക്കിയാണ്. വിവാഹം ഉടനെ നടത്തിയും തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ ചെറ്റത്തരം പറയുന്നോടാ. ഓനക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അത് ആരോടും പറഞ്ഞേരെ, തന്റെ അളിയനോട്. അധികം ഇടയണ്ടപ്പൂ. മതവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ. തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. ഏലാൽ മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല. അവിടെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്നപ്പിള്ളയ്ക്ക് ഒരുണ്ടയുടെ ചെലവേ ഉള്ളൂ. അത് മറക്കണ്ട. എന്തായി? ശരിക്കൊന്ന് വരട്ടിയിട്ടുണ്ട്. എന്നാലും വിശ്വസിച്ചൂടാ. ഇനി അവനും മായും തമ്മിൽ കാണരുത്. തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റും. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ നിൽക്കട്ടെ. എങ്കിൽ താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ അവളെ കൂട്ടിക്കൊണ്ട് പോ. ഒന്ന് വേഗം പാടും. അങ്ങോട്ട് കയറിയപ്പോ മതി മതി മതി. വേഗം തുടങ്ങിക്കോ. എന്താ അപ്പോ ഇത്? എന്തിനാ ഇതൊക്കെ? പന്തലിടാൻ. പന്തലോ? എന്തിന്? പിന്നെ പന്തലിടാതെ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും പോകുന്നില്ല. ആരും ഇങ്ങോട്ട് വരായിരുന്നാ മതി. തൂണൊക്കെ നല്ലോണം കുഴിച്ചിടാ. പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിമേളം നടക്കാനുള്ള ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിട. അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടുവൊന്നും വേണ്ട. എന്റെ മായയുടെയും കല്യാണമായി ഈശ്വരൻ കുറിച്ചിട്ടതാ. അത് നടക്കും. അമ്മാവാ, മാവോ, അമ്മായി, അമ്മായി. എന്താ അമ്മാവാ? എന്റെ കല്യാണോ? കല്യാണോ? അതെ. അമ്മാവൻ വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വകതിരുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്നാ അങ്ങനെയാ? കേറിയിരിക്കേ. ഓ വാ. ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ. MAYA മയ്യേ. അത് പേരാടാ. മായയോ? നീ ആ പേരുള്ള പെണ്ണെ തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ. അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കും അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദക്കേടാവൂല്ലോ എന്ന് കരുതിയാ. അമ്മാവൻ വെള്ളം വെക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണമല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ ഒരു കാര്യം കൂടി പറയൂ. എങ്കിൽ ഞാൻ പറയാം. അയ്യപ്പ ടാക്കീസിൽ പടം മാറി. പുതിയ പടം, രാജാവിന്റെ മകൻ. അളിയൻ എന്തായി കാണിക്കുന്നേ? ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ അപ്പൊ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ. നീ ആരാന്നാടാ വിചാരം? എന്താ മായ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചത് കരുതിയില്ല. എനിക്ക് ജീവനെടുക്കും ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. തടുക്കാൻ പറ്റിയെങ്കിൽ വന്ന് തടുക്കണം. ഓപ്പേ, നീ അങ്ങോട്ട് നടക്കാൻ അപ്പു. ഇനി കടും കൈ തന്നെ വേണ്ടി വരും. വേണ്ട, തല്ലാനും കൊല്ലാനും നിൽക്കണ്ട. ഞാൻ മായോട് എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. മായേച്ചി സമ്മതിക്കില്ല. അപ്പോട്ടെന്ന് പറഞ്ഞ മായേച്ചിക്ക് ഭ്രാന്താ. കേറി പോടിയാസത്തെ. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് പാത്തും പതിയുന്നത് കേൾക്കരുത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. താൻ എന്തിനാ അവിടെ മെക്കിട്ട് കയറുന്നേ? അവള് പറഞ്ഞതാ ശരി. കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി. ആ നിമിഷം അവൾ ഇറങ്ങി ഓടും അവന്റെ അടുത്തേക്ക്. അതോടെ എല്ലാം തീരും. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? കണ്ട ശുനകനെയും ശുംഭനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോ ഓർക്കണായിരുന്നു. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. മോളിങ്ങി വന്നേ. മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ? അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല. തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാ. ഇവിടത്തെ പോലെ പഴങ്ങഞ്ഞി മുളകേമന്തി ഒന്നുമല്ല. 4 നേരവും സദ്യ. കൊതിച്ചിട്ട് എന്താ കാര്യം? എന്റെ ജാതകം ചേരില്ലല്ലോ. മായേച്ചിയാണെ സമ്മതിക്കേയില്ല.
സമ്മതിക്കും. നീ വിചാരിച്ചാൽ സമ്മതിക്കും. എത്ര നേരം ഞാൻ അപ്പോട്ടിനെയും കാത്തോടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? മായേച്ചി വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. വാ. അയ്യോ ഇപ്പൊ വേണ്ട, ആ കോന്തനമാവൻ പോയിട്ടില്ല. രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിൽക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി, ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാല് പിണക്കുണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പോട്ടിനെ ഇവിടെ ഹാജരാക്കണ കാര്യം ഞാൻ ഏറ്റു. നീയോ? ഞാൻ ആരാണെന്ന ചേച്ചിയുടെ വിചാരം? ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നു. മായ എവിടെ? ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മായേച്ചി വിളിച്ചോണ്ടുവരാം. അയ്യോ, ചതിച്ചു. എന്താണ്? ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാകത്ത്? എന്താ അളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മോ, അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. അല്ല അമ്മാവ, ബഹളം വെക്കണ്ട. നാട്ടുകാരറിഞ്ഞാൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അമ്മാവ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. അമ്മാവ, അമ്മാവ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കും. നീ ഒന്നും പറയണടാ ചെറ്റേ. സത്യത്തിൽ എന്നെ ചതിക്കായിരുന്നു. നീ ഈ കുടുംബത്തെ ചതിക്കായിരുന്നു. ഓടാ ഇറങ്ങി. വീടിക്ക് കരയണ്ട. എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. ഭ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല. ഇത് കുറെ കടന്നുപോയി അളിയാ. എന്നിപ്പോ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. മോളെ, എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല.
എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ, നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. വേണ്ട, എന്നോടൊന്നും പറയണ്ട. ആ പേര് പോലും എനിക്ക് കേൾക്കണ്ട.